UA എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ കറൻസി നിരോധനം ഇന്ത്യക്കാരെ മാത്രമല്ല വിദേശികളെയും അതുപോലെ തന്നെ പ്രവാസികളെയും ഒരുപോലെ കഷ്ടത്തിലാക്കിയിരിക്കുന്നു. കറൻസി ലഭ്യമല്ല എന്നറിഞ്ഞ് ചികിത്സയ്ക്കും വിനോദസഞ്ചാരത്തിനുമായുള്ള യാത്രകൾ കുറയ്ക്കുകയാണ് വിദേശികൾ. ഇത്തരം പ്രതിസന്ധികളിൽ പതറാതെ പ്രവാസ ജീവിതം മുന്നോട്ട് നയിക്കാൻ എല്ലാ പ്രവാസികൾക്കും കഴിയട്ടെ എന്ന ആശംസയോടെ ഈ ആഴ്ചയിലെ UA എക്സ്ചേഞ്ച് പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കുന്നു. കേരളത്തിൽ നിന്നും അബുദാബിയിൽ ഇറങ്ങിയ 15 മലയാളികളെ വ്യാജ വിസ എന്ന് കണ്ടെത്തിയതിനാൽ മടക്കി അയച്ചു. നാട്ടിൽ നിന്നും ഇവർക്ക് വിസ നൽകിയ ഏജന്റ് സംഭവം അറിഞ്ഞു മുങ്ങി. UAയിലെ സ്പോൺസർമാരെയും വിവിധ തൊഴിൽ സംരംഭക്കാരെയും നടുക്കുന്ന വിസ തട്ടിപ്പാണ് കേരളത്തിൽ നിന്നും അരങ്ങേറിയത്. ഇരയായ മലയാളികൾ ലക്ഷക്കണക്കിന് രൂപ നാട്ടിലെ ഏജൻസിക്ക് നൽകിയിരുന്നു. ബന്ധപ്പെട്ടവർ ദുബായ് പോലീസിലും കേരള പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സൗദിയിലേക്ക് വീട്ടുജോലിക്കായി പോയ വയനാട് മാനന്തവാടി സ്വദേശി മിനി രവീന്ദ്രൻ കൊടും ക്രൂരതകൾക്ക് ഇരയായി. വീട് നന്നാക്കാനും കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസത്തിനുമായി പോയ മിനി അതേ വീട് വിട്ട് തന്നെ ഏജന്റിന് പണം നൽകി തിരികെ എത്തി. പ്രവാസലോകം സംവിധായകൻ റഫീഖ് റാവുത്തറും പ്രവാസലോകം തബൂക്ക് പ്രതിനിധി ഉണ്ണി മുണ്ടുപറമ്പിലുമായി മിനിയുടെ ദുരന്തകഥ പങ്കുവയ്ക്കുന്നു. പ്രവാസലോകം കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് വീട്ടുജോലിക്കാരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിലെല്ലാവരും സൗദിയിലേക്ക് കടത്തപ്പെടുന്ന സ്ത്രീകളാണ്. 53ഓളം കേസുകളാണ് പ്രവാസലോകം ഇതുവരെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. 13ഓളം കേസുകളിൽ നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ സാധിച്ചു. തീർപ്പ് കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരെ തിരിച്ചെത്തിക്കാൻ സാധിച്ചു. തബൂക്കിലെ നമ്മുടെ പ്രതിനിധി ഉണ്ണിയുടെ സഹായത്തോടെ, ഉണ്ണിയും പെണ്ണോടൊപ്പം ഉണ്ട്, ഉണ്ണിയുടെ സഹായത്തോടെയാണ്, ഉണ്ണിയുടെയും നവയുഗത്തിൻ്റെയും എംബസി ഉദ്യോഗസ്ഥരുടെയും മറ്റു പല നിരവധി മനുഷ്യരുടെയും സഹായത്തോടെയാണ് മിനി ഇന്ന് തിരിച്ചെത്തിയത്. ലത്തീഫ് എന്ന് പറഞ്ഞ പലരുടെയും സഹായത്തോടെയാണ് മിനി എത്തിയിരിക്കുന്നത്. പക്ഷെ മിനിക്ക് നമ്മളീ കൊണ്ടുവന്ന 13 പേരിൽ ഏറ്റവും കൂടുതൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് മിനിക്കാണ്. കാരണം സൗദി അറേബ്യയിൽ നിങ്ങൾ മുമ്പ് അറിയുന്നത് പോലെ തന്നെ സൗദി അറേബ്യയിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ മൈഗ്രേറ്റ് സിസ്റ്റത്തെ മറികടക്കുന്നതിനായിട്ട് സൗദി അറബുകൾ അവരുടെ വീട്ടുജോലിക്കാർക്ക് വേണ്ടിയിട്ട് 3-4 ലക്ഷം രൂപ വരുന്ന തുക ഏജൻസികളെ ഏൽപ്പിച്ചിട്ട് വീട്ടുജോലിക്കാരെ വിലക്ക് വാങ്ങുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ അവർ ഈ വീട്ടുജോലിക്കാർക്ക് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ആ പണം റാൻസം മണിയായിട്ട് മോചനദ്രവ്യമായിട്ട് അവർ ആവശ്യപ്പെടുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ 1.5 ലക്ഷത്തോളം രൂപ ഞാനിപ്പോൾ ഇരിക്കുന്ന വയനാടുള്ള മാനന്തവാടിയിലെ വീട് വിറ്റിട്ട് വീട് പണയം വെച്ചിട്ട് 1.5 ലക്ഷം രൂപയാണ് ഈ മിനിയുടെ മോചനത്തിന് കൊടുക്കേണ്ടി വന്നത്. മിനി ജൂണിലാണ് പോയത്. മിനിക്ക് നഴ്സിംഗ് സ്കൂളിലെ ജോലിയാണ് ഓഫർ ചെയ്തിരുന്നത്. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ വീട്ടുജോലി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 13 അംഗങ്ങളുള്ള വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. പിന്നെ വേറെ എക്സ്ട്രാ 2 വീടുകളിൽ പോയിട്ട് അവിടുത്തെ പണിയും ചെയ്യണമായിരുന്നു. എക്സ്ട്രാ വീട് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണോ അതോ നിങ്ങളെ വണ്ടി കയറ്റി കൊണ്ടുപോകും? തൊട്ടടുത്താണ്. പിന്നെ വേറെ 2 വീട്ടിലേക്ക് അവർ വണ്ടി കയറ്റി കൊണ്ടുപോകും. അവരുടെ പിന്നെ മേഡത്തിന്റെ ആങ്ങളമാരുടെ വീട്ടിൽ ഹൗസ് മേഡ് കഴിച്ചുകൊണ്ട് എന്നെ കൊണ്ടുപോയിട്ടാണ് അവർ പണിയൊക്കെ എടുപ്പിച്ചു വിട്ടത്. എന്നിട്ട് മിനി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും മനസ്സിലായി ഇതൊരു വീട്ടിലെ ജോലിയാണെന്ന്. എന്നിട്ട് അവിടെ നിന്ന് എന്താണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത്? എന്തൊക്കെയായിരുന്നു ജോലി? കുക്ക് ചെയ്യണം? കുക്ക് ചെയ്യണ്ട, എല്ലാം കട്ടാക്കി എല്ലാം അടുപ്പിച്ച് കൊടുക്കണം. പിന്നെ റൂം ക്ലീൻ ചെയ്യണം, കക്കൂസ് കഴുകണം, വാഷ് ബേസിനൊക്കെ അതൊക്കെ കൈയിട്ട് തന്നെ കഴുകണം. പിന്നെ തുണി വാഷിംഗ് മെഷീനിൽ അധികവും കഴുകാൻ പറ്റില്ല, എൻ്റെ കൈ കൊണ്ട് തന്നെ. പിള്ളേർ പിന്നെ വലിയ പിള്ളേരാണെങ്കിൽ അവർ ബാത്റൂമിൽ പോകില്ല, അവരുടെ ഡ്രസ്സിൽ തന്നെ അവർ നാപ്കിൻ വെച്ചിട്ട് അതായിരുന്നു. അപ്പം അത് ഞാനെൻ്റെ കൈ കൊണ്ട് തന്നെ കഴുകണം, എന്നാലേ വൃത്തിയാവുള്ളൂ. ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ സോപ്പ് വെള്ളം മുഴുവൻ എൻ്റെ തലയിൽ കൂടെ പോയി ഒഴിക്കും. ഒരു പ്രാവശ്യം ഞാൻ വിചാരിച്ച് അറിയാണ്ടായിപ്പോയിരുന്നു. അപ്പം ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ കുറഞ്ഞിട്ട് ഞാൻ അവരെ നോക്കിയപ്പോൾ അവർ പിന്നെയും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. എന്നെ കൊണ്ട് ഈ
ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് ഈ വീട് നന്നാക്കാനോ റിപ്പയർ ചെയ്യാനോ പറ്റാത്തൊരു സാഹചര്യം. നമുക്ക് അന്നന്ന് കഴിഞ്ഞു പോകാന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. മാത്രമല്ല കുട്ടികൾ പഠിക്കുകയാണ്, വലിയ ക്ലാസ്സുകളിലാണ്. അപ്പോൾ ബാധ്യതയാണ്. പിന്നെ വൈഫിൻ്റെ 2 ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ ആ വൈഫിൻ്റെ ഓപ്പറേഷന് 10,80,000 രൂപയുടെ ചിലവായി. അതും ഒരു ബാധ്യതയാണ്. പിന്നെ ഞാൻ PMRY വണ്ടി എടുത്തിട്ട് ഇതുവരെ ലോൺ അടക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരുപാട് ബാധിച്ച സാമ്പത്തിക പ്രശ്നമുണ്ട്. അപ്പം അതൊക്കെ തരണം ചെയ്യാന്ന് വെച്ചിട്ടാണ്. പിന്നെ നഴ്സറി സ്കൂളിലെ ജോലിയാണെന്നുള്ള വാഗ്ദാനം വിശ്വസിച്ചു. അതെ. ഇങ്ങനെ ഒരു ജോലിയുടെ ഒരു ഓഫർ ആരാണ് നിങ്ങൾക്ക് തന്നത് ഇവിടെ ഈ മാനന്തവാടിയിൽ? കുഞ്ഞേട്ടൻ എന്നാണ് അയാളുടെ പേര്. അയാളുടെ ശരിക്കും പേരെന്താ? അയാളുടെ ശരിക്കും പേര് കുഞ്ഞിയെന്ന്. പിന്നെ എല്ലാരും വിളിക്കുന്ന കുഞ്ഞേട്ടൻ. അയാളെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയില്ല. ഈ കുഞ്ഞേട്ടൻ എന്ന് പറഞ്ഞ ആള് സൗദിയിൽ ദമാമിൽ തന്നെയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു, ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഈ മിനിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട്. ആദ്യമായിട്ട് അത് നമ്മുടെ ജിദ്ദ കോൺസേർട്ട് തബൂക്ക് സന്ദർശിച്ചപ്പോൾ വൈസ് കോൺസലായ സന്ദീപ് സിംഗ് ആണ്, അദ്ദേഹമാണ് വിളിച്ചത് ആദ്യം. അപ്പോൾ മലയാളം ആയതുകൊണ്ട് ഹിന്ദി അറിയാത്തതിൻ്റെ പേരിൽ ഞാൻ അദ്ദേഹത്തിന് ഫോൺ അറ്റൻഡ് ചെയ്ത് ഞാൻ സംസാരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം എന്നെ ഭീഷണിപ്പെടുത്തി, നീ ആരാണ്, നീ എന്താണ്, നീ എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ പോലെയാണ് ആളെ വിളിക്കുന്നത്, മിനിയുടെ കേസിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്, ജിദ്ദ കോൺസേർട്ടിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ അവരെ കാര്യത്തിന് വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അദ്ദേഹം എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്, നിൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കും, നിന്നിപ്പോൾ ജയിലിൽ പിടിച്ചിടും, സൗദിയെ കൊണ്ട് വിളിപ്പിച്ച് അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഈ കുഞ്ഞേട്ടൻ എന്ന് പറഞ്ഞ ആൾ എന്നെ വളരെയധികം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആൾ വീണ്ടും വിളിക്കുകയും വീണ്ടും അതുപോലെ തന്നെ ഭീഷണി സ്വരത്തിൽ. പിന്നെ ഫോൺ വേറൊരാളെടുത്ത് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല. അദ്ദേഹം എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. ഇപ്പൊ നിലവിലുള്ള അവസ്ഥയിൽ മിനിയുടെ മുമ്പിൽ എന്താണ് ഉള്ളൊരു പരിഹാരം? ഇപ്പൊ നിലവിലുള്ള വീട് നഷ്ടപ്പെട്ടു, ഇനി എന്താ മിനിയുടെ മുമ്പിലുള്ള പോംവഴി? അറിയില്ല സാറേ. എനിക്കിപ്പം എംബസി എന്നോട് പറഞ്ഞിരുന്ന ഈ പൈസ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല, എങ്ങനെയും തിരിച്ചു വാങ്ങണമെന്ന് പറഞ്ഞു. എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ചേട്ടൻ ഈ പൈസ ഉണ്ടെങ്കിൽ. അപ്പൊ അതെങ്ങനെയെങ്കിലും തിരിച്ചു വാങ്ങണമെന്നുണ്ട്. ഇപ്പൊ നമുക്കുള്ള വീടും കൂടെ പോയി വീട് അന്വേഷിക്കുമ്പോൾ ഈ പൈസക്കൊന്നും വീടും സ്ഥലവും കിട്ടുന്നുമില്ല. എന്താ നിങ്ങളുടെ മുമ്പിലുള്ള ഒരു പോംവഴി? ഇനി എന്താ നിങ്ങളിപ്പോ കണ്ടെത്തിയിരിക്കുന്നത്? അറിയത്തില്ല. മിനിയുടെ കഥ കേട്ടല്ലോ. മിനിക്ക് ഒരു വിധത്തിൽ വീട് പിടിക്കാൻ സാധിച്ചു. പക്ഷെ മറ്റ് 53 വീട്ടുതൊഴിലാളികൾ ഇതേ ദുർഘടാവസ്ഥയിൽ സൗദിയിൽ കഴിയുകയാണ്. ഈ മനുഷ്യരുടെ എല്ലാം മോചനത്തിന് അറബികൾ പണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മിനി വീട് നന്നാക്കാൻ പോയി അതേ വീട് വിറ്റുകൊണ്ട് 1.5 ലക്ഷത്തോളം രൂപ മുടക്കിയിട്ട് മിനി നാട്ടിൽ തിരിച്ചെത്തി. സമ്പാദിക്കാൻ പോയ ഒരാൾ അങ്ങോട്ട് പണം കൊടുത്ത് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ദുർഘടാവസ്ഥ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ചില അജ്ഞാത കാരണങ്ങളാൽ 2006 മുതൽ ദുബായിൽ നിന്നും കാണാതെയായ തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശി കറുപ്പുസ്വാമിയെ കണ്ടെത്തുന്നതിനായിട്ടാണ് സഹോദരൻ ശിവസുബ്രഹ്മണ്യം ഇന്ന് പ്രവാസ ലോകത്തെ തേടിയെത്തിയിരിക്കുന്നത്. കറുപ്പുസ്വാമിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. നിങ്ങൾ സഹോദരൻ, ഇവരോ? വൈഫ്. കറുപ്പുസ്വാമി ദുബായിൽ എത്ര കാലം ജോലി ചെയ്തിട്ടുണ്ട്? 98 പോണത്. 98 പോയ ആളാ. അപ്പോ 18 വർഷമായി. അതിനിടക്ക് വന്നില്ല? ഒരിക്കലും വന്നില്ല. കറുപ്പുസ്വാമി കല്യാണം കഴിച്ചിട്ടില്ല? കല്യാണം കഴിച്ച് ഒരു വൈഫ് വേറെ മാരേജ് പണി. മക്കളില്ല? മക്കളുണ്ട്. എത്ര വയസ്സുണ്ടാവും കറുപ്പുസ്വാമിക്ക്? 49 വയസ്സ്. അപ്പോൾ ഒരു വിവരം ഇല്ലാതായിട്ട് എത്ര വർഷമായി? വിവരമില്ലാതെ 10 വർഷം. ഈ 10 വർഷം ഇതുണ്ടായിരുന്നു? അതിന് മുൻപ് വിളിച്ചത്. വൈഫ് കല്യാണം കഴിച്ച് പോയിട്ട് എത്ര കാലമായി? വീണ്ടും 8 വർഷം. അപ്പം അതുവരെ ഇവർ വിളിക്കുന്നു എന്ന കാലം വരെ അവർ ഇയാളെ കാത്തിരുന്നു. കറുപ്പുസ്വാമിക്ക് എന്തായിരുന്നു പ്രശ്നം? പിന്നെ ഓവർ സ്റ്റേ பண்ணி அப்படி விசா ரினியூவல் பண்ண ஆயிட்டு அப்படியே தாமசமாயி പിന്നെ 2006 வர்றேன்னு சொல்லி அதுக்கு ഇത് എമിഗ്രേഷനെല്ലാം ഇത് பண்ணி. നിങ്ങളായിട്ട് ബന്ധപ്പെട്ട് എത്ര കാലമായി? ലാസ്റ്റ് സെപ്റ്റംബർ 2006. സെപ്റ്റംബർ 2006 വரைக்கும் கான்டாக்ட் பண்ணியிருந்தேன். പിന്നെ വിളിച്ചിട്ടില്ല? പിന്നെ വിളിച്ചിട്ടില്ല. அதுக்கு முன்னே 2 ദിവസத்துக்கு முன்னே தான் எங்கள் பணம் அனுப்ப வேண்டி பேங்க்கு போய் போடுது. அதுலேருந்து ஒரு இன்ஃபர்மேஷனும் കിട്ടില്ല സാർ. പൈസ അടക്കാൻ വേണ്ടി പോയതാ?
നിങ്ങൾ എന്തെല്ലാം നടപടികൾ എടുത്ത് ഇതിന് വേണ്ടിയിട്ട് ഇയാളെ കാണാതായപ്പോൾ? கசின் அவர் உண்டு சார். അവരെന്ത് പറയുന്നു? அவர் அவங்க ஃப்ரெண்ட்ஸ்காரோட கொஞ்சம் இது பண்ணி செஞ்சு அவர் வந்து உன்னக்கான வண்டி தான் எங்கள் ரூமில் சொல்லிட்டு அப்போ அங்கே வந்தது അവിടെ ഇല്ല, അവിടെ വന്നില്ല அப்படின்னு. മദ്യപാനം ഉണ്ടായിരുന്നു, സ്മോൾ അടിക്കും, അത് ചില ടൈം കട ഉണ്ടായിരുന്നു. എന്ത് ജോലിക്കാരനായിരുന്നു? അല്ല എங்கள் വീട് വെച്ചதுக்காக പണം അனுപ്പിச்சு. എന്ത് ജോലിക്കാരനാ? മേസൻ. മേസൻ. കറുപ്പുസ്വാമി, തൂത്തുക്കുടി സ്വദേശി അല്ലേ? 49 വയസ്സ്. 2006 മുതൽ യാതൊരു വിവരവുമില്ല. 98 കറുപ്പുസ്വാമി ദുബായിലേക്ക് പോയി. മേസൻ, വിവാഹിതൻ, ഭാര്യ വേറെ വിവാഹം കഴിച്ചു പോയി. 2006 ശേഷം അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും കുടുംബത്തിനില്ല. തമിഴ്നാട് സ്വദേശികളായ ഇവർ നമ്മളെ സഹായം അഭ്യർത്ഥിച്ച് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾക്ക് പ്രിയപ്പെട്ട തമിഴ് സഹോദരങ്ങളോട് ഏത് കാലത്തും ആദരവ് കാണിച്ചിട്ടുള്ള ഒരു ചാനലാണ് നമ്മൾ. അവരെ നമ്മളെപ്പോലെ തന്നെയാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രവാസ ലോകം ഏത് കാലത്തും സഹായവുമായിട്ട് അവരെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പോൾ കറുപ്പുസ്വാമിയെ കണ്ടുപിടിക്കേണ്ടത് പ്രവാസ ലോകത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ പ്രവാസ ലോകം പ്രവർത്തകർ കറുപ്പുസ്വാമിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തണം. തമിഴ് സഹോദരങ്ങൾ ഈ പരിപാടി കാണുന്നവരുണ്ടെങ്കിൽ കറുപ്പുസ്വാമിയുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് നിങ്ങൾ ഫോണിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്തെല്ലാം സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ഞങ്ങൾ കറുപ്പുസ്വാമിക്ക് വേണ്ടി ദുബായിൽ ചെയ്യും. അത് ഞങ്ങൾക്ക് പറ്റും. എംബസിയിലോ മറ്റുള്ള സ്ഥലത്തോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ കറുപ്പുസ്വാമി തന്നെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം കാണുകയാണെങ്കിൽ ഞങ്ങളെ നേരിട്ട് വിളിച്ചാൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ സഹായങ്ങളും ചെയ്യും. ഒരു സംശയവും വേണ്ട. അപ്പോൾ കഴിയുന്നതും വേഗം നിങ്ങൾ പ്രത്യക്ഷപ്പെടലാണ് യുക്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. Just contact your family, please, Karupusami. It is your duty. They are waiting for you for a long time. Your wife waited for a long time, and she married to another person. So I request you to contact your family members and come back and have a better life, because you have already completed nearly 20 years abroad. It's enough time. So, Karupusami, please come back to your own country and see your parents and relatives. സ്പോൺസറുമായുള്ള പ്രശ്നത്തെ തുടർന്ന് ജോലിയോ കൃത്യമായ ശമ്പളമോ ഇല്ലാതെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ കഷ്ടപ്പെടുകയാണ് തിരുവനന്തപുരം കല്ലമ്പലം സ്വദേശി സുരേഷ് ലാൽ. സുരേഷ് ലാലിനെ എങ്ങനെയും നാട്ടിലെത്തിക്കണമെന്ന അപേക്ഷയുമായാണ് അമ്മയും ഭാര്യയും 2 മക്കളും ഇന്ന് പ്രവാസ ലോകത്തെ തേടിയെത്തിയിരിക്കുന്നത്. സുരേഷ് ലാലിന് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. എന്ത് ജോലിയാ സുരേഷ് ലാലിന്? കൂലിപ്പണിയാണ്, ലേബറായിട്ട്. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ 2014 നാട്ടിൽ വരണമെന്ന് പറഞ്ഞു. ലീവ് ചോദിച്ച് 3 മാസത്തെ ശമ്പളം കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ ആ ശമ്പളവും വേണം, നാട്ടിൽ വരണമെന്ന് പറഞ്ഞു. ഒരു വർഷം ഓണത്തിനായിരുന്നു, ആഗസ്റ്റിൽ 2015 6 മാസം. അപ്പോഴത്തേക്ക് സ്പോൺസർ അവനെ അടിക്കുകയും വണ്ടിക്കകത്ത് പിടിച്ചിട്ട് പൂട്ടിയിടുകയും ചെയ്തു. 2 മണിക്കൂർ സമയം വണ്ടിക്കകത്ത് പൂട്ടിയിട്ടിരുന്നു. പിന്നെ കൂടെ ജോലി ചെയ്യുന്ന കൂട്ടുകാർ താക്കോല് പഠിച്ച് വണ്ടിയിൽ നിന്ന് തുറന്നു വിട്ടു അവൻ്റെ പിന്നെ അക്കാമയും എല്ലാം അങ്ങ് രേഖകളെല്ലാം അങ്ങ് വാങ്ങിച്ചിട്ട് അവനെ വെളിയിലാക്കി. ഇപ്പോൾ 2 വർഷത്തോളമായി വെളിയിൽ നിൽക്കുകയാണ്. ജോലിയും കിടക്കാൻ സ്ഥലവുമില്ല. അക്കാമയും രേഖകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും പണിക്ക് കൊണ്ടുപോവുകയില്ല. അങ്ങനെ ലേബർ കോർട്ടിൽ അപേക്ഷ കൊടുത്ത്, പിന്നെ എംബസിയിൽ അപേക്ഷ കൊടുത്ത്. പിന്നെ ഇവിടെ നമ്മൾ എല്ലാ മന്ത്രിമാർക്കും 1.5 വർഷം കൊണ്ട് കയറി ഇറങ്ങി നടക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിന്, പിണറായി വിജയന്, പിന്നെ രാജഗോപാൽ സാറിന്, എല്ലാ മന്ത്രിമാരുടെ അടുത്തും നമ്മൾ പോയി. 1.5 വർഷം കൊണ്ട് നമ്മളിനി പോകാത്തും കയറി ഇറങ്ങാത്തും സ്ഥലമില്ല. അവിടെ റിയാദിൽ പ്രവാസ ലോകമായിട്ടും നമ്മൾ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു താമസം എടുക്കും,
വേണമെന്ന് ചെയ്യാമെന്ന് ഇങ്ങനെ പറയണം. 1.5 വർഷത്തിൽ കൂടുതലായി ഇപ്പോൾ. ഇവിടെ നമ്മളിങ്ങനെ വിളിച്ച് ഇവിടെ വരാൻ പറഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ കഴിഞ്ഞ 6 മാസത്തിന് മുമ്പേ വരാൻ പറഞ്ഞപ്പോൾ എനിക്ക് സുഖമല്ലാതെ ആശുപത്രി കിടക്കുകയായിരുന്നു. ടോൺസിൻ്റെ സുഖമായിട്ട് ഒരു ഓപ്പറേഷൻ ഉണ്ട്. ഇല്ല, ജോലിയൊന്നുമില്ല. ഒന്നുമില്ല. മക്കൾ പഠിക്കുക? ഓ, എത്രല്ല? 7 2. സുരേഷ് ലാൽ കുഴപ്പമുള്ള ആളൊന്നും അല്ല അല്ലേ? ജവാൻ അങ്ങനെ തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കണം. ഇപ്പം അറബി പറയണത് 7,500 റിയാൽ കൊടുക്കുകയാണെങ്കിൽ പാസ്പോർട്ട് കൊടുക്കാമെന്ന്. സുരേഷ് ലാല് എംബസി വഴിക്ക് പോരാൻ പറ്റുള്ളൂ. പ്രവാസ ലോക പ്രവർത്തകരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊരു വളരെ നീചമായ ഒരു അവസ്ഥയാണെന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് ജോലി വേണ്ട, ദീർഘകാലമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഒരാളല്ല. ജോലി ചെയ്യുന്ന ഒരാൾക്ക് ജോലി വേണ്ടെന്ന് വെച്ചാൽ ടിക്കറ്റ് അടക്കം അയാൾ കയറ്റി വിടേണ്ടതാണ് ലേബർ കോൺട്രാക്ട് പ്രകാരം. അതും ചെയ്യില്ല, ശമ്പളവും തരില്ല, കോടതിയിലും പോകാൻ പറ്റില്ല. ഇതാണ് അവിടുത്തെ ഒരവസ്ഥ. ജോലി വേണ്ട, എനിക്ക് നാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുകയല്ല, ശമ്പളം കൊടുക്കുകയല്ല, കോടതിയിൽ പോകാൻ പറ്റില്ല. കോടതിയിൽ പോയാൽ പിന്നെ അവിടെ നിൽക്കാൻ ഭക്ഷണം കിട്ടുകയില്ല. വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരവസ്ഥയാണ്. ദീർഘകാലം ജോലി ചെയ്ത ഒരാളാണിത്. അപ്പോൾ സുരേഷ് ലാലിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല. പക്ഷേ നമ്മളുടെ ഭരണാധികാരികൾ ഇത്തരത്തിലുള്ള ആളുകൾ ധാരാളമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖം തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ശരിയായ രീതിയല്ല. ഒരാൾ ദീർഘകാലം സ്പോൺസറുടെ കൂടെ ജോലി ചെയ്ത് അയാൾക്ക് നാട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാട്ടിൽ വരാനുള്ള അവസരം ഒരുക്കേണ്ട ചുമതല എംബസിക്കുണ്ട്. ഇപ്പോൾ നമ്മളെ പ്രവർത്തകർ ഇപ്പോൾ തീർച്ചയായിട്ടും എംബസി മുഖാന്തരമായിരിക്കും അദ്ദേഹത്തിന് ഈ ഔട്ട് പാസ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് സുരേഷ് ലാലിന്. അപ്പോൾ അതൊന്നും കൂടി ഊർജ്ജസ്വലമാക്കാന്നേ ഇപ്പോൾ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ. അവരറിയാത്തൊരു കേസല്ല അത്. സുരേഷ് ലാലിൻ്റെ വിഷയങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മളെ MP-മാരെയൊക്കെ ഒന്ന് നിങ്ങൾ കാണണം. MP ആരാ നിങ്ങളെ ആരാ MP? പിന്നെ സമ്പത്തിനെ കുറിച്ച് നല്ല ധാരണ. സമ്പത്ത് എൻ്റെ അഭിപ്രായത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോടൊക്കെ വളരെ ഇതിൽ പെരുമാറുകയും അതുപോലെ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു സമ്പത്തിനെ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി കണ്ടൊന്ന് ഫോൺ ചെയ്യിച്ച എംബസിയിൽ ഇയാളെ നാട്ടിലേക്ക് വരുത്താനുള്ള ഒരു ഇടപെടൽ വിദേശകാര്യ വകുപ്പിലേക്ക് ഒരു കത്തയക്കാൻ സമ്പത്തിനെ കഴിയും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവരെ കൊണ്ട് സമ്പത്തിനാണ് ഇതിൽ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാൻ കഴിയാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങൾ സമ്പത്തിനെ തന്നെ ഒന്നും കൂടി കാണും. ഞാൻ പറഞ്ഞാച്ചാന്ന് പറയും. അത് അദ്ദേഹം എംബസിയുമായിട്ട് ഇടപെട്ട് ഇദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും നിലയിൽ കയറ്റി അയക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതായിരിക്കും ഏറ്റവും നന്നായിരിക്കുക എന്നാണ് തോന്നുന്നു. അപ്പോൾ നിങ്ങളൊന്നും കൂടി സമ്പത്തിനെ പോയി കണ്ട് ഈ വിഷയം ഒന്നും കൂടി അവതരിപ്പിച്ച് സമ്പത്ത് എംബസിയിലേക്ക് വിളിച്ച് ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും ഇതൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ അടിയന്തരമായിട്ട് നാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമം ചെയ്യാം. തീർച്ചയായിട്ടും അദ്ദേഹം കത്തയക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നിങ്ങൾ സമ്പത്തിനെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നുകൂടി പോയി ഞങ്ങളവിടെ വന്നപ്പോഴും സമ്പത്തിൻ്റെ പേരാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന് മനസ്സിലാവും. പിന്നെ ഞങ്ങളവിടെ ശ്രമിക്കുകയും ചെയ്യാം. പ്രവാസ ലോകം പ്രവർത്തകർ നല്ല നിലയിൽ പ്രവർത്തിക്കണം. അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് കൂടുതലും ഇടപെടാനുള്ളതെന്ന് അറിയാം. നിങ്ങൾക്ക് സമയക്കുറവുണ്ട്, എല്ലാം അറിയാം. എങ്കിൽ പോലും നമ്മളുടെ ഉത്തരവാദിത്വം ഇതാണല്ലോ. ഈ ആളുകളെ, പാവപ്പെട്ട മനുഷ്യരെ, ദുരിതമനുഭവിക്കുന്ന മനുഷ്യരെ എന്തെങ്കിലും തരത്തിൽ സഹായിക്കുക എന്നുള്ളതാണല്ലോ നമ്മളെ ലക്ഷ്യം. അപ്പോൾ കഴിയുന്നതും വേഗം അത് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ വേഗം ശ്രമിക്കാം. മക്കൾക്ക് വല്ലതും പറയണ്ട, മോൾക്ക് വല്ലതും പറയണ്ട. മോളെന്താ പറയുന്നത്? അച്ഛൻ വരണോ അല്ലേ? സ്വദേശത്തും വിദേശത്തും കാണാതെയാകുന്ന ആളുകളെ തേടിക്കൊണ്ടുള്ള അന്വേഷണമാണ് പ്രവാസലോകം നടത്തുന്നത്. ഇത് പൂർണ്ണമായും സൗജന്യമാണ്. കാണാതെയായ ആളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഫോട്ടോ സഹിതം ഞങ്ങൾക്ക് അയയ്ക്കുക. ഞങ്ങളുടെ വിലാസം: പ്രവാസലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് പ്രവാസലോകം@gmail.com. കറുപ്പുസ്വാമിക്ക് എന്ത് സംഭവിച്ചു കാണും? കഴിഞ്ഞ 10 വർഷമായി ആരോടിൽ നിന്നില്ലാതെ ഉയരുന്ന ഈ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ഞങ്ങൾ. ദുബായിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കറുപ്പുസ്വാമിയെ കണ്ടുപിടിക്കുവാനായി ഞങ്ങളെ സഹായിക്കുമെന്ന
പ്രതീക്ഷയോടെ ഈ ആഴ്ചയിലെ UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം.